ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന്റെ എസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ഇന്ത്യൻ ഇക്കോണമി എന്നും പ്രതീക്ഷിക്കാം, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. എസ് ക്വസ്റ്റ്യൻ 3 എസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 2 എണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്, ഓരോന്നിനും 8 മാർക്ക് വീതം. അതിൽ നമ്മൾ ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഭാഗത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റയാണ്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ പേഴ്സണൽ ഇന്റർവ്യൂ, നമ്മുടെ ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ്, ദെൻ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. ആ ഓരോ മെത്തേഡ് എന്താണെന്നും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എസ്സേക്ക് ചോദിക്കാം. അത് എസ് ആയിട്ട് വരുമ്പോൾ കുറച്ച് എഴുതാനുണ്ട്. അവനി സെക്കൻഡ് വൺ, ഫൈൻഡ് ഔട്ട് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇത് ഒരു കണ്ടിന്യൂസ് ഡാറ്റയിൽ തന്നെയായിരിക്കും തരുന്നത്, കണ്ടിന്യൂസ് ടേബിളിലായിരിക്കും തരുന്നത്. അതിന് നിങ്ങൾ ഈ 3 എണ്ണവും കണ്ടുപിടിക്കണം. അരിത്മെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇത് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 8 മാർക്കിന്റെ എസ്സേക്ക്. പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. അതായത് ആ വലിയൊരു ഫോർമുല വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. അതിന്റെ കൂടെ പിള്ളേരെ മെൻഷൻ വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ചോദിക്കാം. അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റിന് ഒരു 5-6 പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ചോദിക്കാം. അതിന്റെ കൂടെ ക്ലബ് ചെയ്തിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ന്യൂ ഇക്കണോമിക് പോളിസി ഓഫ് 1991 ആണ്. ഇവിടെ നിങ്ങൾ LPG, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇത് മൊത്തം പഠിച്ചിട്ട് പോകണം. ചില സമയത്ത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരെന്ത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുള്ളൂ, ലിബറലൈസേഷൻ മാത്രമേ പറയാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് എസ്സേ തന്നെയാണ്, പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണിത്. പിന്നെ ഉള്ളതൊന്ന് നമ്മുടെ പോവേർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അതിൽ നിങ്ങൾ വാട്ട് ആർ ദ വേരിയസ് കോസസ് ഓഫ് പോവേർട്ടി, നിങ്ങൾ നമ്പർ ഇട്ട് കുറച്ച് കോസസ് പഠിച്ചിട്ട് പോകണം. ഒരു 6-7 കോസസ് പഠിക്കണം. അതേപോലെ എക്സ്പ്ലെയിൻ വേരിയസ് പോവേർട്ടി ഇറാഡിക്കേഷൻ അലിവേഷൻ പ്രോഗ്രാം ഓഫ് ദ ഗവൺമെന്റ്. അതായത് കുറേ പ്രോഗ്രാം ഇല്ലേ, സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, അങ്ങനെ പറഞ്ഞ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസ് പഠിച്ചിട്ട് പോകണം കേട്ടോ. ആ പ്രോഗ്രാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 3 ഫേസസ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ നല്ല തറവായിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരു എസ്സേ ആണ് ഈ കോസസ് ഓഫ് പോവേർട്ടി, അല്ലെങ്കിൽ ഈ പോവേർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. പേരുകൾ പഠിച്ചു വയ്ക്കുക, വേരിയസ് കോസസ് ഓഫ് പോവേർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. പിന്നെയുള്ളത് നമ്മുടെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ളതാണ്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്താണെന്നും എക്സ്പ്ലെയിൻ വേരിയസ് മെത്തേഡ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അത് ഒരു എസ്സേ. ആദ്യകാലങ്ങളിലൊന്നും എസ്സേക്ക് ആയിട്ട് ഇത് ചോദിക്കാറില്ല, പക്ഷെ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എസ്സേക്ക്. ഇനിയിപ്പോ എസ്സേക്ക് ചോദിച്ചിട്ടില്ലെങ്കിലും പേടിക്കേണ്ട, ഇത് 5 മാർക്കിലേക്ക് തിരിഞ്ഞു വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് വാട്ട് ഇസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് ഷുവർ ആയിരിക്കും, അത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിനാണ്. ഇതിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീനിങ് പഠിക്കണം. അതേപോലെ എക്സ്പ്ലെയിൻ വേരിയസ് സ്ട്രാറ്റജീസ്. കണ്ടോ, ഈ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ടു അറ്റൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഒരു 8-9 സ്ട്രാറ്റജീസ് ഉണ്ട്. അത് പോയിന്റ് മാത്രം എഴുതിയാൽ പോരാ മക്കളെ, അത് നിങ്ങൾ 1-2 സെന്റൻസിൽ ഓരോ പോയിന്റും എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. എന്നാലേ എസ്സേക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ 7 എസ്സേ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയും. അതിൽ ഒരു എസ്സേ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും 2 എസ്സേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്നുമാണ് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ 7 എസ്സേ തറവായിട്ട് പഠിച്ചോളൂ, നമുക്ക് 16 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ.